ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും നമ്മുടെ +1 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ എക്സാമിനർ നിങ്ങൾക്ക് മാക്സിമം ഹെൽപ്പ് തരാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ +2നെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സാർ എന്തിനാണ് ഈ +2നെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നത്? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് സത്യങ്ങളുണ്ട് +2നെ പറ്റിയിട്ട്. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പണി എളുപ്പമായിരിക്കും. അതായത് +2 എന്ന് പറഞ്ഞാൽ +1 പോലെയാണോ? യെസ്, ഓൾമോസ്റ്റ് +1 പോലെ തന്നെയൊക്കെയാണ്. കുറച്ചും കൂടി പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി പഠിക്കാനുണ്ടാവും. എല്ലാ സബ്ജക്റ്റിലും കുറച്ചും കൂടി നിങ്ങൾക്ക് കണ്ടൻറ്റ് പഠിക്കാനുണ്ടാവും. ആ പഠിക്കാനുള്ള കണ്ടൻറ്റ് തന്നെ കുറച്ചും കൂടി ടഫായിരിക്കും. ഫിസിക്സ് നിങ്ങൾ +1 വെച്ച് നോക്കുകയാണെങ്കിൽ +2 സ്ലൈറ്റ്ലി മോർ ഡിഫിക്കൽട്ടാണ്. ഇതേ കാര്യം തന്നെയാണ് ബയോളജിക്കും കെമിസ്ട്രിക്കും മാത്സിനും ഒക്കെ ആപ്ലിക്കബിൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ സാർ പോയിന്റ്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങൾ +2ലേക്ക് കടക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്കറിയാം +1 നിങ്ങൾ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് നിങ്ങൾക്കറിയാം. അത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ മിസ്റ്റേക്സ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് +2 വരുത്തരുത്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ മിസ്റ്റേക്കാണ് ആദ്യം മുതലേ പഠിച്ച് തുടങ്ങാത്തത്. +1 ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ ബാച്ചിലൊക്കെ പറയുന്നതാണ്, ആദ്യം മുതലേ പഠിക്കണം, അല്ലേ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം. പലർക്കും അതിൻ്റെ സീരിയസ്നെസ് ഒരുപക്ഷെ മനസ്സിലാകൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് +1 നമുക്ക് എങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. പക്ഷേ +2 അത് നടക്കണമെന്നില്ല. അതിൻ്റെ കാര്യവും ഞാൻ പല ലൈവുകളിലും പറയുന്ന കാര്യമാണ്. ഒന്നുകൂടി അവസാനമായിട്ട് പറയാം. എന്താണ്? +2 പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. നിങ്ങളുടെ ഈ പബ്ലിക് എക്സാമിന് മുമ്പ് പ്രാക്ടിക്കൽ എക്സാമുണ്ട്. ആ പ്രാക്ടിക്കലിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിന് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ദിവസങ്ങൾ നിങ്ങൾക്ക് പബ്ലിക്കിനെ പഠിക്കാൻ പറ്റില്ല. അത് കൂടാതെ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യമാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ്. നിങ്ങൾ +1 ഏതെങ്കിലും സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെ ആയിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് വരും. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി, അവരിപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും വരും ആ സമയത്ത്. അതും കൂടാതെ നിങ്ങൾ പല എൻട്രൻസ് എക്സാംസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾ അവസാനത്തെ നിമിഷത്തെ ഈ പഠിത്തം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഇയർ നമ്മൾ തുടങ്ങുന്ന സമയത്ത് അത് ഇപ്പോഴേ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി വെക്കുക. ഞാൻ ആദ്യം മുതലേ പഠിക്കും. അതിൽ എക്സാമിനറുടെ കൂടിയാണ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അറിയാം നമ്മുടെ +2 ഇയർ ബാച്ചും അതുപോലെ തന്നെ എൻട്രൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാച്ചസും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന് +2 ഇയർ ബാച്ചിൽ ജോയിൻ ചെയ്യണം, എന്തിന് എക്സാമിനറിൽ ജോയിൻ ചെയ്യണം? ഒന്ന്, നിങ്ങൾക്ക് എക്സാമിനറുടെ ഫാക്കൽറ്റീന് ഇഷ്ടമായിരിക്കണം, അവരുടെ ക്ലാസ് മനസ്സിലാവണം എന്ന് മാത്രമേ നിങ്ങൾ ആലോചിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം എക്സാമിനർ +1 കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ തന്നെ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമാണ് എക്സാമിനർ. നമ്മുടെ +1 ബാച്ചിൽ തന്നെ 18 കുട്ടികൾക്കാണ് 520 ഔട്ട് ഓഫ് 520 കിട്ടിയത്. ഈ വർഷം എത്രയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പം റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പഠിക്കാൻ റെഡിയാണ്, റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കും, ഒരു സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയർ ഒരു വലിയ മാറ്റം വരുത്താൻ പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ +1 നിങ്ങൾക്കറിയാം നമ്മൾ കൂടുതൽ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾ കാണുകയും പിന്നെ ലൈവ് ക്ലാസ് എക്സ്ട്രാ എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിരുന്നത്. പക്ഷേ നെക്സ്റ്റ് ഇയർ നമ്മൾ ഒന്ന് മാറ്റി പിന്നെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പല കുട്ടികളുടെയും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ നേരെ റിവേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും, പക്ഷേ ലൈവ് ക്ലാസ് ആയിരിക്കും മെയിൻ. അപ്പോൾ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്ത് തീർക്കുകയും എക്സ്ട്രാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം റെക്കോർഡ് ക്ലാസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാകുന്നതായിരിക്കും. ക്ലാസ്സിൻ്റെ നോട്ട്സ് PDF ആയിട്ടും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഫുൾ ബുക്ക് സെറ്റ് ആയിട്ടും എക്സാംസും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ലൈവ് ക്ലാസ് ഓറിയൻറ്റഡ് ആയിട്ട് ലൈവ് ക്ലാസ്സിന് മെയിനായിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയർ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുകയാണ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, നിങ്ങൾ +2 ഇയർ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. കാരണം സ്റ്റഡി മെറ്റീരിയലും കൂടെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നേരത്തെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ +2നെ കാണേണ്ടത്. ബാച്ചിൽ അഡ്മിഷൻ എടുത്താലും അഡ്മിഷൻ എടുത്തില്ലെങ്കിലും നിങ്ങൾ ആ മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ഇയർ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ +2ൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. പിന്നെ വേറൊരു കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്, +1 നമുക്ക് പരീക്ഷകൾ ഇനി അടുത്ത പരീക്ഷകൾ വരുമ്പോഴേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ. അതായത് പരീക്ഷകൾ ഡിഫിക്കൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷകൾ സ്റ്റാൻഡേർഡ് പേപ്പേഴ്സ് അല്ലേ, CBSEയുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പേപ്പേഴ്സൊക്കെ നല്ല സ്റ്റേറ്റ് ബോർഡിനും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടൊരു പഠനം ഇല്ലാതെ ജസ്റ്റ് പരീക്ഷയുടെ തലേന്നുള്ള പഠനം വെച്ച് മാത്രം നിങ്ങൾക്ക് +2 നല്ല മാർക്ക് വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് റിയാലിറ്റി. അപ്പോൾ ആ റിയാലിറ്റീനെ ഫേസ് ചെയ്യുക മാത്രമല്ല, അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്നും ആലോചിക്കാനില്ല, എക്സാമിനർ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്ര മാത്രമേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ബാക്കിയുള്ള +1 പഠനമൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ച് ചെയ്യണം. ഫിസിക്സ് വരാൻ പോവുകയാണ്, ആ 10 ഹവേഴ്സിൻ്റെ സാധനങ്ങളൊക്കെ കണ്ട് തീർത്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.